ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാഷൻ ഫെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാമി അനൂപ്. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അക്കോബ ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി കുർത്തീസാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അക്കോബ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഏകദേശം 5 കളേഴ്സാണ് ഉള്ളത്. അത് മാത്രമല്ല, ഇതേപോലെ യോക്ക് പോർഷനിൽ വർക്ക് വരുന്നത്, സ്ലീവിൽ ഉൾപ്പെടെ വർക്ക് വരുന്നത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു എൻഡിലായിട്ടാണ് ഇത് കൊണ്ടുവന്നിരുന്നത്, ഈ ഒരു വർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായത്. അപ്പം പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ പറഞ്ഞവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 699 ആണ് റേറ്റ് വരുന്നത്. ഹെവി വർക്കാണ് എന്ന് വെച്ചാൽ നല്ല എംബ്രോയ്ഡറി ആണ് വരുന്നത്. ഫുള്ള് ഹെവി സ്ലീവിലും ആ ഒരു യോക്ക് പോർഷനിൽ ആ ഒരു കറക്റ്റ് ആ ഒരു എവിടെയാണ് ഇത് നമ്മുടെ ആ ഒരു ഇടഭാഗത്താണ് ആ ഒരു വോക്ക് വരുന്നത്. കാരണം സ്ലീവിൻ്റെ അവിടെയും ഇതുമായിട്ട് കറക്റ്റ് ആ ഒരു ഇതിൽ നിൽക്കാൻ വേണ്ടി അവിടെയാണ് വോക്ക് വരുന്നത്. റൗണ്ട് നെക്കാണ്. നമുക്കിതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XXL സൈസ് വരെയാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. 4 കളർ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം ഓരോന്നോരോന്നിട്ട് കാണാം. പിന്നെ നമുക്ക് 7 വർക്കിംഗ് ഡേയ്സ് ഫോർ ഡിസ്പാച്ചിങ് ടൈമാണ് വരുന്നത്. എമർജൻസി ഡിസ്പാച്ച് നമുക്ക് ഈ ഐറ്റത്തിന് പോസിബിൾ അല്ല കേട്ടോ. കറക്റ്റ് നമ്മൾ ഡിസ്പാച്ചിങ് ടൈമിലായിരിക്കും ഇതിൻ്റെ ഡിസ്പാച്ച് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനായിട്ട് ഇതിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. നമ്മൾ ചിലപ്പോൾ നമ്മൾ സൈറ്റിൽ ആഡ് ചെയ്തേക്കും. നമ്മുടെ സൈറ്റ് www.fashionfeststyle.com എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ കൂടിയും ഓർഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൽ നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളറാണ്. ഈ ഒരു ഷെയ്ഡൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ ആ ഒരു സ്ക്വയർ നെക്കിൻ്റെ ഇത് കൊണ്ടുവന്നില്ലേ, അതിൽ കൊണ്ടുവന്നിട്ടുണ്ടായപ്പോഴത്തേക്ക് ഏകദേശം ആ കളേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ ഇതിലും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഡാർക്ക് കളറും ലൈറ്റ് കളറും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡാർക്ക് ഇഷ്ടപ്പെടുന്നവരും ലൈറ്റ് ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇതാവട്ടെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് സ്ലിറ്റഡ് ആണ്, കോട്ടൺ ആണ്, വിത്ത് ലൈനിങ് ആണ്, ഹക്കോബയാണ് ഫാബ്രിക് ഇത് വരുന്നത്. പ്യുവർ കോട്ടൺ ആട്ടോ. കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ലെങ്ത് ഏകദേശം 46 ലെങ്ത് ആണ് വരുന്നത്. മിഷൻ എംബ്രോയ്ഡറി ആണ് വരുന്നത്. നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഒരു ബേബി പിങ്ക് കളറാട്ടോ. എന്താ പറയുക, നല്ല ഭയങ്കര ക്യൂട്ടായിട്ടൊരു കളർ. ഞാൻ നല്ല അത്യാവശ്യം വെയിലത്ത് നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കളർ അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടണില്ല. വേറെ ചെയ്യുമ്പോൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊരു ബേബി പിങ്ക് ആണ് കളർ വരുന്നത്. നല്ല രസമാട്ടോ. നല്ല നീറ്റ് ലുക്കിന് പറ്റിയ കളറാട്ടോ. നല്ല സിമ്പിളായിട്ട് പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടും എങ്ങനെ വേണേൽ ഒരു കാഷ്വൽ വെയർ ആയിട്ടും എങ്ങനെ വേണേൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു കളറിൻ്റെ വ്യത്യാസം വരുംതോറും ആ ഒരു ഡ്രസ്സിനും ഒക്കേഷൻ നമുക്ക് അതേപോലെ അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് ഇട്ടുകൊണ്ട് മീൻസ് ഒരു ഇതില്ലാണ്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. ഡാർക്ക് കളർ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ഒക്കേഷൻ ഉണ്ട്, ലൈറ്റ് കളർ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ഒക്കേഷൻ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഇത് നല്ല രസമാട്ടോ കാണാം. ഇതിൻ്റെ കൂടെയൊക്കെ റോസ് ബോട്ടമൊക്കെ ആട്ടോ വെയർ ചെയ്യേണ്ടത്. നേരത്തെ കാണിച്ചതിൻ്റെ കൂടെയൊക്കെ ഒരു റോസ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു വൈറ്റ് ബോട്ടം വെയർ ചെയ്തായിരിക്കും കേട്ടോ നല്ല ഭംഗിയാട്ടോ. ബോട്ടം കൂടെയൊക്കെ വെയർ ചെയ്യുമ്പോഴേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ. കാരണം എല്ലാം അതിൻ്റേതായ രീതിയിൽ ഇട്ടാലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഏതോ ഒരു ബോട്ടമാണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത്. പക്ഷേ അതിൻ്റേതായ രീതിയിൽ ഇട്ട് കാണിച്ചാലാണ് അതിന് ഭംഗി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ റേറ്റ് ആണ് റേറ്റ് വരുന്നത്. 7 വർക്കിംഗ് ഡേയ്സ് ആണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത്. പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയാൽ ഓപ്പൺ വീഡിയോ എടുക്കാൻ മറക്കരുത്. കട്ടില്ലാത്ത ഫുൾ ഓപ്പൺ വീഡിയോ തന്നെ എടുക്കണം. വീഡിയോ എടുക്കുന്നതിന് മുൻപായിട്ട് കവറിൻ്റെ നമ്മുടെ പാക്കേജിൻ്റെ 2 വശങ്ങളും വ്യക്തമായി കാണിച്ചതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുക്കുക. എങ്കിലും നമുക്ക് റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം നമ്മൾ ഡബിൾ ക്വാളിറ്റി ചെക്കിന് ശേഷമാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, താങ്ക്